Hi friends, welcome to Pratapjit. പുതിയ സീരീസ് ഫോണുകൾ വരികയാണ്. റിയൽമിയിൽ നിന്നും പുതിയ സീരീസ് ഫോണുകൾ 15000 താഴെയാണ് നമുക്ക് സാധാരണ 5 Pro ആ ഫോണുകളൊക്കെ നമുക്ക് നിൽക്കുന്നത്. ആ ഒരു സീരീസ് ഫോണുകൾ നിൽക്കുന്നത്. ഇപ്പോൾ റിയൽമി 6 Pro എന്നീ ഫോണുകളാണ് വരാൻ പോകുന്നത്. എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 15000 താഴെ തന്നെയാണ്. അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ് ഇത്തവണ റിയൽമി ഉൾപ്പെടുത്തുന്നത്. സാധാരണ ഇതുവരെ മിഡ് റേഞ്ചിന് താഴെ കാണാത്ത സംഭവങ്ങൾ. ഒന്ന്, സാധാരണ സിംഗിൾ പഞ്ച് ഹോൾ റിയൽമി 6ൽ കാണിക്കുമ്പോൾ ഡുവൽ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പാണ് ഫ്രണ്ടിൽ റിയൽമി 6 Proയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇതുപോലത്തെ സ്റ്റൈലിഷ് ആയ ഒരു ലുക്കിലും കാര്യങ്ങളിലൊക്കെയാണ് 6ഉം 6 Proയും ഒക്കെ വരാൻ പോകുന്നത്. ഇതുകൊണ്ട് തീർന്നില്ല, ഇതിലെത്തി വ്യത്യസ്തമായ ഒരു കാര്യം ക്യാമറയുടെ ഭാഗത്തുണ്ട്. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, അത് നോർമലായിട്ടുള്ള ഒരു 64 മെഗാ പിക്സലാണ്. പക്ഷേ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. അതിനകത്ത് സാധാരണ കാണുന്ന ഒരു സംഗതി എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് വൈഡ് ആംഗിൾ ലെൻസിന്റെ ഒപ്പം തന്നെ ഒരു ടെലിഫോട്ടോ ലെൻസും അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മാക്രോ ലെൻസ്. ഇത്തവണ ഡെപ്ത് സെൻസർ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ഡെപ്ത് സെൻസർ എന്ന് പറയുന്നത്. പലപ്പോഴും ആ ഒരു സംഗതി ഫോണുകൾക്ക് ആവശ്യമില്ല. അതില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പോർട്രേറ്റ് മോഡൊക്കെ എടുക്കാൻ സാധിക്കുന്നുള്ളത് വാസ്തവം തന്നെയാണ്. ചെറിയൊരു ഹെൽപ്പ് കിട്ടുന്നല്ലാതെ വലിയ യൂസ് ഒന്നും അതുകൊണ്ട് ഉണ്ടാവാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെൻസിന് പകരം ഇത്തരത്തിൽ യൂസ്ഫുൾ ആയ ടെലിഫോട്ടോ ലെൻസ് പോലത്തെ എന്തെങ്കിലും സംഗതികൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആണ്. മിക്കവാറും 20,000 മുകളിലുള്ള ഫോണുകളിലൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ടെലിഫോട്ടോ ലെൻസ്. ഇത് ഈ 15000 താഴെ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ഫോണിനകത്തും ടെലിഫോട്ടോ ലെൻസ് അടക്കമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് മാധവ് സെത്തിന്റെ ട്വീറ്റിൽ നിന്നും മനസ്സിലാവുന്നത്. ട്വീറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു ടെലിഫോട്ടോ ലെൻസും വൈഡ് ആംഗിളും മാക്രോ ലെൻസും ഒക്കെ ആയിട്ടാണ് ഈ ഒരു 64 മെഗാ പിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ്. പിന്നെ ഇതിന്റെ മെയിൻ ക്യാമറയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, അവിടെ 20x ഡിജിറ്റൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഹൈബ്രിഡ് സൂം എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഹൈബ്രിഡ് ഒന്നും ആവാൻ വഴി ഡിജിറ്റൽ സൂം തന്നെ കിട്ടുള്ളൂ. കാരണം ഒപ്റ്റിക്കൽ സൂം ഒക്കെ 15000 താഴെ കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മേ ബി കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് വന്നേക്കാം. എങ്കിലും ഇവിടെ ഹൈബ്രിഡ് സൂം ഒന്നുമല്ല, ഡിജിറ്റൽ സൂം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് 20x വരെ സൂം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ അഡ്വർടൈസ്മെന്റുകളിൽ അവർ കാണിക്കുന്നത്. എന്തായാലും വ്യത്യസ്തമായ കാര്യങ്ങൾ ക്യാമറയുടെ ഭാഗത്ത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇനി കാണാൻ പറ്റും. സെൽഫി ക്യാമറയുടെ കാര്യം, പഞ്ച് ഹോളിനകത്ത് വ്യത്യസ്തമായ ഒരു ഡിസൈനും ഡിസ്പ്ലേയും നമുക്ക് തരുമ്പോൾ റിയർ സൈഡിലെ ക്യാമറയിലും വ്യത്യസ്തമായ കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിൽ സൂപ്പർ AMOLED ആണെന്ന് പറയുന്നുണ്ട് പലരും, പക്ഷേ ഒഫീഷ്യലായിട്ട് അത് കൺഫേംഡ് അല്ല. ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് 90 Hz റീഫ്രഷ് റേറ്റ് ഉള്ള ഫോണായിരിക്കും എന്നാണ്. 15000 താഴെയുള്ള ഫോണുകളിൽ 90 Hz റീഫ്രഷ് റേറ്റ് ഈ റിയൽമി 6 Pro എന്ന ഫോണിൽ വരും. 6ൽ ഉണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും ഈ ഒരു സീരീസിലെ ഫോണിൽ 90 Hz റീഫ്രഷ് റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു നല്ല സ്മൂത്തായ എക്സ്പീരിയൻസ് നമുക്ക് ആ ഒരു ഫോണിനകത്ത് കിട്ടാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം വരുന്ന ബാറ്ററി എത്രയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് അടക്കം ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രൈസിംഗിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫോണായിട്ട് തന്നെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും ലോഞ്ചിലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. 5-ാം തീയതിയാണ് ലോഞ്ച്. 12:30-ക്കാണ് അതിൻ്റെ ലോഞ്ച് നടക്കാൻ പോകുന്നത്. ഡൽഹിയിലാണ് അത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. കാണുന്നുള്ളവർക്ക്, നേരിട്ട് പോയി കാണുന്നുള്ളവർക്ക് അതിൻ്റെ ടിക്കറ്റൊക്കെ അവർ അവരുടെ സൈറ്റിൽ സെയിൽ നടത്തുന്നുണ്ട്. വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് പോയിട്ടൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇത് കൂടാതെ വേണമെങ്കിൽ ബ്ലൈൻഡ് ഓർഡർ ചെയ്യാം. പ്രീ ബുക്കിംഗ്, ബ്ലൈൻഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു പ്രീ ബുക്കിംഗ് സംവിധാനം അവരുടെ സൈറ്റിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ, റിയൽമി അത്ര വിശ്വാസമാണെങ്കിൽ ഒരു ബ്ലൈൻഡ് ഓർഡർ പ്രൈസ് എന്ന് പറയുന്നതിന് മുൻപ് വേണമെങ്കിൽ 1000 രൂപ അടച്ച് ഓർഡർ ചെയ്യാം. അവർ അതിൻ്റെ ഒപ്പം എന്തോ ഒരു 500 രൂപയുടെ ഇയർഫോണോ മറ്റൊക്കെ ഫ്രീ തരും എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക്. അത് ആ സൈറ്റിൽ പോയി നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടുതൽ അവർ റിയൽമി ബാൻഡും ഇറക്കുന്നുണ്ട്. അതൊരു യെല്ലോ ഷെയ്ഡുള്ള ബാൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ സ്റ്റൈലിഷ് ആയ ഇതുപോലത്തെ ഒരു ബാൻഡ്, നല്ല ഇത്തിരി കർവ്ഡായ ഷേപ്പിലുള്ള ഒരു ബാൻഡും കാര്യങ്ങളൊക്കെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലോഞ്ചും ഈ 5-ാം തീയതി തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രണ്ട് റിയൽമി 6 സീരീസും ഈ ബാൻഡും ഒരുമിച്ചാണ് ഇവർ ഈ ഒരു ലോഞ്ച് വിൻഡിൽ 5-ാം തീയതി നടക്കാൻ പോകുന്ന ഈ ലോഞ്ച് വിൻഡിൽ ഡൽഹിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും നമുക്ക് അന്നറിയാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു നല്ല സ്റ്റൈലിഷ് ആയ വ്യത്യസ്തമായ ഒരു ഫോൺ, ഒരുപാട് നല്ല വ്യത്യസ്തമായ പവർഫുള്ളായ ഫീച്ചേഴ്സുമായിട്ട് വരാൻ പോവാണ്. അപ്പോൾ ഇത് റിയൽമി ആരംഭിക്കുന്നു. ഇനി ഇത് അവസാനിപ്പിക്കാൻ റെഡ്മി വരുമെന്ന് നമുക്കറിയാം. ഇതിനേക്കാൾ ഒരുപക്ഷെ ബെറ്റർ ആയ ഓപ്ഷൻസുമായിട്ട്. എന്തായാലും അത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. നോട്ട് 9ന്റെ ഫീച്ചേഴ്സൊക്കെ ലീക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സൈറ്റുകളിലൊക്കെ നമുക്ക് അതിൻ്റെ ഇമേജും കാണാം, റെഡ്മി നോട്ട് 9 എന്ന് പറഞ്ഞുകൊണ്ട്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോകളിൽ നമ്മളത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത്രയുമാണ് റിയൽമി 6 Proയെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.